T20 ലോകകപ്പിലെ സെമി പോരാട്ടം ആരംഭിച്ചു. ടോസ് ലഭിച്ച ഇംഗ്ലണ്ട് ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. തോൽവി അറിയാതെ എത്തുന്നതിന്റെ ആത്മവിശ്വാസത്തിലായിരുന്നു ഇന്ത്യയെങ്കിലും ഒരു വിക്കറ്റ് നഷ്ടമായി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി കിട്ടുന്ന വിവരങ്ങൾ നൽകാൻ ശരത്ത് ചേരുന്നുണ്ട്. ശരത്ത്, മഴ കളിക്കുമെന്ന് ഏതാണ്ട് ഒരു മണിക്കൂറിലേറെ ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും മഴ മാറി മത്സരം ആരംഭിച്ചു. പക്ഷേ ഇന്ത്യക്ക് ഒരു വിക്കറ്റ് നഷ്ടമായി എന്നുള്ള വിവരം എന്നാണ് കൂടുതലായി വിശദാംശങ്ങൾ എന്താണ് ശരത്ത്? ലക്ഷ്മി, ഇംഗ്ലണ്ടിന് ആശ്വാസകരമായ വാർത്തയാണ്. കാരണം മഴ മാറി മത്സരം തുടങ്ങി എന്നുള്ളത് തന്നെ. ഏകദേശം 8 മണിക്ക് തുടങ്ങേണ്ട മത്സരം ഏകദേശം 1 മണിക്കൂറോളം വൈകി 9 മണിക്ക് ശേഷമാണ് മത്സരം ആരംഭിച്ചിരിക്കുന്നത്. അതിൽ ടോസ് ലഭിച്ച ഇംഗ്ലണ്ട് ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുകയാണ് ചെയ്തത്. ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്ക് ആദ്യ 3 ഓവർ പിന്നിടുന്നതിന് മുമ്പ് തന്നെ ആദ്യ വിക്കറ്റ് നഷ്ടമായിരിക്കുകയാണ്. വിരാട് കോഹ്ലിയുടെ വിക്കറ്റാണ് ടീം ഇന്ത്യക്ക് നഷ്ടമായിരിക്കുന്നത്. 9 റൺസ് എടുത്ത താരത്തിന്റെ വിക്കറ്റ് റിസെ ടോപ്ലിയാണ് താരത്തിന്റെ വിക്കറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. താരത്തിന് 9 റൺസ് മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചത്. മാത്രമല്ല, ഈ വിക്കറ്റ് കോഹ്ലിയുടെ വിക്കറ്റ് നേടുന്നതിന് മുമ്പ് തന്നെ ടോപ്ലിയുടെ പന്തിന് ഒരു സിക്സർ പായിച്ച കോഹ്ലി ഫോമിലേക്ക് ഉയർന്നു എന്ന് ഒരു സമയത്ത് ആരാധകരെ തോന്നിപ്പിച്ചിരുന്നെങ്കിലും അദ്ദേഹം അടുത്ത പന്തിൽ തന്നെ പുറത്താകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ ലോകകപ്പിൽ തന്നെ വിരാട് കോഹ്ലി കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മത്സരങ്ങളിലൊന്നും അദ്ദേഹത്തിന് ഫോം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹം നിഴലിൽ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഫോം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഒരിക്കൽ പോലും ഫോം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. എന്നാൽ മറുപുറത്ത് നായകൻ രോഹിത് ശർമ്മയുള്ളതാണ് ഈ ടീം ഇന്ത്യക്ക് ഏക ആശ്വാസകരമായ കാര്യം. കാരണം സ്വന്തം മത്സര മികവൊന്നും നോക്കാതെ തന്നെ ടീമിന്റെ ജയത്തിനായി മാത്രം പ്രയത്നിക്കുന്ന നായകൻ ഒരിക്കൽ പോലും തന്നെ വ്യക്തിഗത സ്കോറുകൾക്ക് പ്രാധാന്യം നൽകിയിട്ടില്ല. അതുതന്നെയാണ് ടീം ഇന്ത്യയും ഇവിടെ ഉറ്റുനോക്കുന്നത്. നായകൻ രോഹിത് ശർമ്മ 9 റൺസുമായി ക്രീസിലുണ്ട്. അദ്ദേഹം പതിയെ തന്നെയാണ് മത്സരം തുടങ്ങിയിരിക്കുന്നത്. മറുപുറത്ത് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ഋഷഭ് പന്താണ് ഇപ്പോൾ വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് നഷ്ടപ്പെട്ടതിന് ശേഷം എത്തിയിരിക്കുന്നത്. കേവലം 3 ഓവർ പിന്നിടുമ്പോൾ നിലവിൽ ടീം ഇന്ത്യയുടെ സ്കോർ 21 റൺസിന് 1 വിക്കറ്റ് നഷ്ടം എന്ന നിലയിലാണ്. എന്നിരുന്നാലും മികച്ച ഒരു മത്സരം നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. മാത്രമല്ല, ഇവിടെ ടോസ് അനുകൂല ഘടകമാകുന്നുണ്ട്. ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്ന ടീമുകൾക്ക്, ഒരുപക്ഷെ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമുകൾക്ക് 113 റൺസാണ് ഇവിടെ ആവറേജ് ബാറ്റിംഗ് സ്കോറെ കണക്കാക്കപ്പെടുന്നത്. ഒരുപക്ഷെ തന്നെ ടീം ഇന്ത്യ അതിലും കൂടുതൽ സ്കോർ കണ്ടെത്തിയാൽ, ഒരുപക്ഷെ ഒരു 150-ന് മുകളിൽ സ്കോർ ടീം ഇന്ത്യക്ക് നേടുവാൻ സാധിച്ചാൽ ഒരുപക്ഷെ ഇംഗ്ലണ്ടിനെ അനായാസം പരാജയപ്പെടുത്തുവാൻ ടീം ഇന്ത്യക്ക് സാധിക്കും. അല്ലാത്ത പക്ഷം അതിലും ചെറിയൊരു സ്കോറിൽ ഇന്ത്യ ഒതുങ്ങി പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഇംഗ്ലണ്ടിന് സാധ്യതയുണ്ട്. എന്നാലും മത്സരം, അതായത് മഴ കാരണം മത്സരം ഏതായാലും 1 മണിക്കൂർ കഴിഞ്ഞാണ് പുനരാരംഭിച്ചത്. എന്തായാലും മത്സരത്തിനിടയ്ക്കൊക്കെ മത്സരം മുടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വാർത്തകളും പുറത്തു വരുന്നതിനാൽ തന്നെ ഇംഗ്ലണ്ട് കരുതിയിരിക്കേണ്ടത് അനിവാര്യമാണ്. ഒരുപക്ഷെ മഴ കാരണം മത്സരം മുടങ്ങിക്കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ഈ ലോകകപ്പിൽ നിന്നും പുറത്താകും. ഇന്ത്യ പോയിന്റ് ടേബിളിലെ 1ാം സ്ഥാനത്തിന്റെ ഒരു ബലത്തിൽ ഫൈനലിലേക്ക് മുന്നേറുകയും ചെയ്യും. എന്തായാലും ഈ ഫൈനൽ പോരാട്ടം, ഇവിടെ ആവേശകരമായ ഫൈനൽ പോരാട്ടം, ഒരുപക്ഷെ മഴ കാരണം മുടങ്ങിയില്ലെങ്കിൽ നിലവിൽ ആവേശകരമായ ഒരു ഫൈനൽ പോരാട്ടം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. നിലവിൽ 3 ഓവർ പിന്നിടുമ്പോൾ ടീം ഇന്ത്യ 21 റൺസിന് 1 വിക്കറ്റ് നഷ്ടത്തിലാണ്. ലക്ഷ്മി.